തംസക്കിംഗ് അഥവാ വിരൽകുടി കുഞ്ഞുങ്ങളിൽ കാണുന്ന ആദ്യത്തെ ആശ്വാസശീലങ്ങളിൽ ഒന്നാണ്. വിശ്വസിക്കാനാകില്ലെങ്കിലും ഇത് ജനനത്തിൽ മുമ്പേ തന്നെ തുടങ്ങാം. നമ്മൾ ചില അൾട്രാസൗണ്ട് ചിത്രങ്ങളിൽ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ വിരലുപിടിച്ച് കിടക്കുന്ന കണ്ടിട്ടില്ലേ? ശിശുക്കളും ചെറിയ കുട്ടികളും ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ഒരു സുരക്ഷിതമാണെന്നൊരു ബോധമുണ്ടാവുകയും മനസ്സ് ശാന്തമാകുകയും ഉറക്കത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു മാർഗമാണ്. സാധാരണയായി 2 തൊട്ട് 4 വയസ്സിന് ശേഷം കുഞ്ഞുങ്ങൾ അവരുടെ കളികളിലും സംസാരത്തിലും മുഴുകുമ്പോൾ ഈ ശീലം പതുക്കെ മാറിപ്പോകുന്നതായിട്ട് കാണാറുണ്ട്. എന്നാൽ 5 തൊട്ട് 6 വയസ്സിന് ശേഷം അഥവാ അവരുടെ സ്ഥിരപ്പല്ലുകൾ പെർമനന്റ് ടീത്ത് വരുന്ന സമയത്ത് ഈ ശീലം തുടരുകയാണെങ്കിൽ അവരുടെ പല്ലുകൾ പൊങ്ങുവാനും മോണയുടെയും പാലറ്റിന്റെയും ആകൃതി മാറാനും സംസാരത്തിനെ തന്നെ ബാധിക്കുവാനും കാരണമാകുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ ഈ ശീലം മാറ്റിയെടുക്കാം? ഒരു കാരണവശാലും നമ്മൾ കുഞ്ഞുങ്ങളുടെ കൈ ബലമായി വലിച്ചു മാറ്റുകയോ അവരെ കുറ്റപ്പെടുത്തുകയോ കളിയാക്കുകയോ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പരിഹസിക്കുകയോ ചെയ്യരുത്. ഇത് അവരുടെ ഇൻസെക്യൂരിറ്റി വർദ്ധിപ്പിക്കും. കുഞ്ഞുങ്ങൾ വിരൽ കുടിക്കാത്ത സമയത്ത് അവരെ പ്രശംസിക്കുകയോ ചെറിയ സമ്മാനം കൊടുക്കുകയോ ചെയ്യാം. അങ്ങനെ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് വഴി നമുക്ക് ഈ ശീലം പതുക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോൾ അവരുടെ കയ്യിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഗ്ലവ്സ് ഇട്ട് കൊടുത്താൽ അത് അവർക്കൊരു ജെന്റിൽ ആയിട്ടുള്ള റിമൈൻഡർ ആകാം. കുഞ്ഞുങ്ങളെ ഉറക്കുമ്പോൾ നമ്മൾ അവരെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുകയോ അല്ലെങ്കിൽ സോഫ്റ്റ് കഡ്ലി ടോയ്സ് അവർക്ക് കെട്ടിപ്പിടിക്കാൻ കൊടുക്കുകയോ ചെയ്താൽ അവരുടെ മനസ്സ് ശാന്തമായി ഉറങ്ങാനും പിന്നെ ഈ ശീലം പതുക്കെ മാറ്റിയെടുക്കാനും സാധിക്കാം.